അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അജ്മൽ സാർ അവിടെ നിന്ന് ഡയറിയുമായി എങ്ങനെയെങ്കിലും പുറത്തിറങ്ങുവാൻ നിൽക്കുകയാണ്. പക്ഷേ അറബിച്ച് കാവലെന്ന വണ്ണം അവിടെ തന്നെ നിൽക്കുന്നു. അജ്മലിന് എന്തോ രീതിയിലുള്ള കളിയുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് അറബിച്ച്. അജ്മൽ എങ്ങോട്ടാണ് ഈ സമയത്ത്? ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ വിടില്ല. പിന്നെ കുറച്ച് വാഹനങ്ങളെല്ലാം കഴുകിയിടാനുണ്ട്, അവിടെയകം ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ സിനാനെ നീയായിട്ടാണല്ലോ പറഞ്ഞയച്ചത് എന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. മാഡം, ഞാൻ ചെയ്തോളാം, എല്ലാം ഞാൻ ചെയ്തോളാം. അത്യാവശ്യമായിട്ട് എനിക്ക് പുറത്ത് തൽക്കാലം അജ്മൽ പോവണ്ട പുറത്തേക്ക്. പിന്നെ അഥവാ വേണ്ടാത്ത രീതിയിൽ ഞാൻ പറഞ്ഞതനുസരിക്കാതെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ദാ പാസ്പോർട്ട് കിട്ടില്ല. വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട, പറഞ്ഞതങ്ങ് കേട്ടാൽ മതി. അറബിച്ച് ഗർജിക്കുകയായിരുന്നു. ശരിക്കും അജ്മൽ പെട്ടു തന്നെ എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. തൽക്കാലം അവൻ ഒന്നും അറിയാത്ത രീതിയിൽ ആ ഡയറി ഷർട്ടിനുള്ളിൽ ഒളിപ്പിച്ച് അവൻ്റെ റൂമിലേക്ക് തന്നെ പോയി വാതിലടച്ചു. ലാപ്പേ, അതിൻ്റെ കണ്ണിൽ പെട്ടാ പിന്നെ കുടില്. ശക്തമായി വാതിലടിച്ച് കുറ്റിയിട്ടു. അജ്മൽ തൻ്റെ ബെഡിലിരുന്നു കൊണ്ട് ഓരോന്ന് ആലോചിച്ചു. എങ്ങനെ പുറത്ത് കിടക്കും? ഇല്ല, ഇപ്പോഴവർ എന്നെയാണ് നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കുന്നത്. എന്നെ കണ്ടാൽ വെറുതെ വിടില്ല. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്തു പോകാനും പറ്റില്ല. എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമോ ആവോ. ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അജ്മൽ സാർ തൻ്റെ ബെഡിലൊന്ന് ചാരിക്കിടന്നു. റബ്ബേ, ഹോസ്പിറ്റലിൽ അറബിയും അദ്ദേഹത്തിൻ്റെ സുഖമില്ലാത്ത മകൾ ഹംദയും മാത്രമാണുള്ളത്. ഞാനാണ് അവർക്ക് ഹെൽപ്പിന് വേണ്ടി കൂടെ പോകേണ്ടത്. പക്ഷേ ഒരു വിധേനയും എന്നെ അറബിച്ച് സമ്മതിക്കില്ല, അതുറപ്പാണ്. അറബിയോട് നേരത്തെ ഒന്ന് വിളിച്ച് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, ഒരു പക്ഷെ ചെവിയോർത്ത് നിൽക്കുകയായിരിക്കും. അജ്മൽ ഓരോന്നാലോചിച്ചു. റബ്ബേ, സിനാൻ ഇവിടുന്ന് ഒരാഴ്ചക്കെങ്കിലും രക്ഷപ്പെട്ടത് വല്ലാത്തൊരു റാഹത്ത് തന്നെയായി. ഇപ്പോൾ ഞാനാണ് അവരുടെ നോട്ടപ്പുള്ളി. എന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഗദ്ദാമിയോട് എന്തൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ആവോ? അതുകൊണ്ടാണോ എന്നെ ഇത്രയധികം രൂക്ഷമായി നോക്കുന്നത്? അജ്മൽ ഓരോന്നാലോചിച്ചു. പെട്ടെന്ന് ആ ഒരു ഡയറി അവനെടുത്തു. ഡയറി എഴുത്ത് ഒരു എഴുത്തുകാരിയാണെന്ന് തോന്നുന്നു ഹംദ. അല്ലാതെ ഇത്രയധികം. ശരിക്കും അറബിയിലും ഇംഗ്ലീഷിലുമായി അവൾ ഒരുപാട് എഴുതിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അവൻ വിചാരിച്ചു, എന്തായാലും തൻ്റെ ഒന്ന് സ്വസ്ഥമായി വായിക്കണം, അതാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനൊന്നും സമയമില്ല. അവൻ പെട്ടെന്ന് തന്നെ ആ ഡയറി എടുത്ത് മറിച്ചു. അത് ഏകദേശം 3/4 ഭാഗത്തോളം എഴുതിയിട്ടുണ്ട്. അതിൽ 1/4 ഭാഗം മാത്രമാണ് ബാക്കിയുള്ളത്. അവൻ സൂക്ഷ്മതയോടെ ഓരോ പേജും പതുക്കെ മറിച്ചു നോക്കി. അവളുടെ കൈ പതിഞ്ഞ ഈ ഒരു ഡയറി ശരിക്കും അജ്മൽ സാറിന് അത് പിടിക്കുവാൻ തന്നെ ഒരു ബഹുമാനം ഉള്ളതുപോലെയായിരുന്നു. കാരണം ആ ഒരു അറബി പെണ്ണ് എഴുതിയതാണ് ഇത്. അതെനിക്ക് വായിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. കാരണം ഒരാൾ എഴുതുന്ന ഡയറി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും രഹസ്യമായ കാര്യങ്ങൾ എഴുതുന്നതായിരിക്കും. ഒരു പക്ഷേ ഞാനിത് വായിച്ചു കഴിഞ്ഞാൽ അത് ഹംദ് ഇഷ്ടപ്പെടില്ലായിരിക്കും. പഠിച്ചോനെ, പക്ഷേ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഇതൊന്ന് വായിച്ചേ മതിയാവോ. അവളുടെ ആരോഗ്യ പ്രശ്നം, അല്ലെങ്കിൽ അവൾക്കുണ്ടായ മാനസിക സമ്മർദ്ദം, അവളുടെ മനസ്സിനേറ്റ ആ ഒരു ക്ഷതം എങ്ങനെയാണ് വന്നതെന്നൊരു പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാകുമായിരിക്കും. അങ്ങനെ അതാ അജ്മൽ ഡയറി വായിക്കുവാൻ തുടങ്ങുന്നു. എൻ്റെ ജീവിതത്തിലെ വളരെയധികം സന്തോഷമുള്ള ആ ഒരു ദിവസം, അന്നെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസമായിരുന്നു. അന്നെൻ്റെ കുടുംബവും ഞാനും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ആ ഒരു സമയം. ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ ഉമ്മയെയും എൻ്റെ ജ്യേഷ്ഠനെയും പടച്ച റബ്ബ് വിളിക്കുകയാണ്. എന്നെ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഒത്തിരി കരഞ്ഞു. എൻ്റെ പിതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ചെറിയ പരിക്കുകളോടെയാണെങ്കിലും ഞാൻ രക്ഷപ്പെടുകയായിരുന്നു എൻ്റെ പിതാവും. പക്ഷേ എൻ്റെ ഉമ്മയും എൻ്റെ ഇക്കാക്കയും എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ള യഥാർത്ഥ സത്യം ഞാൻ മനസ്സിലാകുമ്പോൾ ഉമ്മ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു
ഞാൻ വെള്ള പുതച്ചു കിടത്തിയ ആ 2 മയ്യത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ എൻ്റെ ഉപ്പയും എൻ്റെ കുടുംബാംഗങ്ങളും ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ ഉമ്മ ഉമ്മ എന്നെ വിട്ടു പോവല്ലേ ഇക്കാക്ക, ഞാനുണ്ട് കൂടെ. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഞാനും അവരുടെ കൂടെ ഓടുകയായിരുന്നു. ആരുടെയും കരളലിയിപ്പിക്കുന്ന ആ ഒരു കാഴ്ച, അതെ, ആരുടെയും കണ്ണുകൾ നിറഞ്ഞു പോകുന്ന ആ ഒരു ദയനീയമായ മുഖം. എന്തൊക്കെ തന്നെയായാലും ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. ഒന്നുമില്ലാത്ത ഒരവസ്ഥ. പ്രിയപ്പെട്ട ഭാര്യയും മൂത്ത മകനും ഞങ്ങളെ വിട്ട് പോയിരിക്കുന്നു. അതെ, ആ ഒരു യഥാർത്ഥ സത്യം ഉൾക്കൊള്ളുവാൻ തന്നെ ഉപ്പാക്കും വല്ലാത്ത പ്രയാസമായിരുന്നു. എന്നാൽ പതുക്കെ പതുക്കെ എല്ലാവരുടെയും നിർബന്ധം. അതെ, ഇങ്ങനെ നിന്നാലെങ്ങനെ പറ്റൂ? നിനക്കും വേണ്ടേ ഒരു പെണ്ണ്? ഒന്നുമില്ലെങ്കിലേ ആ പെൺകുട്ടിയെ നോക്കാനും ഒരാൾ വേണ്ടേ? എല്ലാവരുടെയും നിർബന്ധം. പക്ഷേ പിതാവിന് ഒരിക്കലും അത് താല്പര്യമുണ്ടായിരുന്നില്ല. വേണ്ട, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹംദമോളുണ്ട്. എൻ്റെ ഹംദമോള് മാത്രം മതി എനിക്ക്, വേറെ ആരും വേണ്ട. പലരും പലതിനും നിർബന്ധിക്കുന്നു. പെൺകുട്ടിയല്ലേ, നോക്കാൻ ഒരു ഉമ്മയുണ്ടാകുന്നത് നല്ലതല്ലേ? അങ്ങനെ പറഞ്ഞ് അപ്പോഴും ഉപ്പയുടെ മനസ്സിൽ എൻ്റെ ഹംദമോൾക്ക് വല്ലതും സംഭവിക്കും, അവൾക്ക് ഞാൻ നൽകുന്ന ആ ഒരു സ്നേഹം നഷ്ടപ്പെടും എന്ന് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ പോലും ഞാനതിന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒടുവിൽ അത് ചെയ്യേണ്ടി വന്നു. മനമില്ല മനസ്സോടുകൂടി ഉപ്പ വിവാഹത്തിലേക്ക് പ്രവേശിച്ചു. അത് നിക്കാഹിനൊരുങ്ങുമ്പോഴും ഞാൻ മടിയിലുണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. അത്രക്കും ഉപ്പയെ വിട്ടു നിൽക്കാൻ എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടെ ഉമ്മയുടെ ആ ഡ്രസ്സുകളും ഉമ്മ ഉപയോഗിച്ച സാധനങ്ങളും ഇക്കാക്കയുടെ ഡ്രസ്സും എല്ലാം കാണുമ്പോൾ വിതുമ്പി പൊട്ടിക്കരയും. പിന്നീട് അങ്ങോട്ട് അതിലൊരു മാറ്റമുണ്ടായിരുന്നില്ല. ഉമ്മയുടെ ഡ്രസ്സുകളൊന്നും ഒഴിവാക്കുവാൻ ഞാൻ സമ്മതിച്ചില്ല. ഉമ്മ, എൻ്റെ ഉമ്മ, മോളെ, ഇനി അത് ഉപ്പ വേണ്ട, ഉപ്പ ഒന്നും കളയരുത്. എനിക്കെൻ്റെ ഉമ്മയെ കാണുന്നതിന് പകരമാണ് ഇതെല്ലാം. മോളെ, പിതാവിൻ്റെ ആ ഒരു കണ്ണുനീർ അതും മകളും കണ്ടു. എന്നാൽ നിക്കാഹിന് വേണ്ടി ഒരുങ്ങുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അതെ, തൻ്റെ ഹംദമോളെ ചേർത്ത് പിടിച്ചിട്ടായിരുന്നു എല്ലാം ചെയ്തിരുന്നത്. ആ ദിവസം തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മണവാട്ടിയായിട്ട് എളാമ്മ വന്ന ആ രംഗം, ഹംദമോൾ അന്നു മുതൽ തനിച്ചാവുകയാണ്. അതെ, പിതാവ് സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നെ കൂടെ കിടത്തുകയാണ്. പക്ഷേ പിതാവിൻ്റെ 2ാം ഭാര്യ തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം. ആ ദിവസം തന്നെ എന്നെ പുറത്ത് ഗദ്ദാമ്മയുടെ കൂടെ കിടത്തുവാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. അന്നു മുതൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ നെഞ്ചിൽ നിന്നും മാറിക്കിടക്കാൻ തുടങ്ങി. വല്ലാത്ത വേദനയായിരുന്നു ദിവസം. ആ ദിവസം മുഴുവൻ ഞാൻ കരയുകയായിരുന്നു. ഗദ്ദാമ്മ പോലും പറഞ്ഞു, എന്താ കുട്ടി, നിൻ്റെ വായൊന്ന് അടച്ചൂടെ എന്നുള്ള രീതിയിൽ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ അന്നു മുതൽ എനിക്ക് നഷ്ടമായതാണ്. പിന്നീട് പതുക്കെ പതുക്കെ ഉപ്പയുടെ സ്വഭാവത്തിലും എല്ലാത്തിനും മാറ്റം വന്നു തുടങ്ങി. പിന്നീട് അതെൻ്റെ ഉപ്പയല്ല എന്നുള്ള രീതിയിൽ ആയി മാറുകയായിരുന്നു. പഴയകാല ചിത്രങ്ങൾ ഞാൻ ഓർക്കും. എനിക്കെൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ പഴയ രീതിയിലൊന്ന് സംസാരിക്കണം, പ്രിയപ്പെട്ട ഉപ്പയെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയണം. എന്നാൽ അതിനിടയിൽ അത് സംഭവിച്ചിരിക്കുന്നു. തൻ്റെ എളാമ്മ അവരുടെ ആദ്യത്തെ കുഞ്ഞിനെ ഗർഭം ചുമക്കുകയാണ്. അതോടുകൂടി ആയപ്പോൾ പ്രസവം കൂടി കഴിഞ്ഞപ്പോൾ എന്നോടുള്ള പിതാവിൻ്റെ സ്നേഹം പതുക്കെ പതുക്കെ അതാ കുറഞ്ഞ് തുടങ്ങി എന്ന് തന്നെ പറയാം. ചെറിയ കുട്ടി വന്നപ്പോൾ പിന്നീട് എന്നെ അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ പിതാവ് വഴക്ക് പറയും. എളാമ്മ അപ്പോഴേക്കും അതെല്ലാം പിതാവിനോട് ധരിപ്പിച്ചിരുന്നു. ആ കുട്ടി കണ്ടില്ലേ, ഏത് സമയവും എൻ്റെ കുഞ്ഞിനെ കാട്ടുകയാണ്. എന്തിനാണ് ഇങ്ങനെ? അവളെ വേറെ എവിടെയെങ്കിലും കൊണ്ടാക്കുന്നല്ലേ പഠിപ്പിക്കാനെങ്ങാനും, അല്ലാതെ വീട്ടിൽ നിന്നൊരു സുഖം സമാധാനം തരുന്നില്ലേ? കുട്ടിയെ എടുക്കുക, പിന്നെ കുട്ടിയെ അടിക്കുക. എന്താണ് നീ പറയുന്നത്? അതെ, അങ്ങനെ ഓരോന്ന് ചെയ്യാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യാം? കൊച്ചു കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ഒരിക്കൽ പോലും ഞാൻ പോയിട്ടില്ല. പകരം കുഞ്ഞിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഒത്തിരി എൻ്റെ കുഞ്ഞിനെത്തിയെ
ഞാനൊന്ന് താലോലിക്കാൻ അടുത്തേക്ക് വരുമ്പോഴേക്കും അവളുടെ വക ചീത്തയായിരിക്കും. അങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ടു. കുഞ്ഞനിയത്തിയെ ഒന്ന് കാണണം, ഒന്ന് ചുംബിക്കണം എന്നൊരുപാട് കൊതിക്കും. പതുക്കെ മെല്ലെ ഞാൻ കുഞ്ഞനിയത്തിയുടെ അരികിലെത്തും. അതെ, കുഞ്ഞിനെ ഒന്ന് ചുംബിക്കണം, അതെൻ്റെ വല്ലാത്തൊരാഗ്രഹമാണ്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് എൻ്റെ കുഞ്ഞനിയത്തിയെ. എന്ന് കാണണം എന്ന് കരുതിയിട്ട് പതുക്കെ അങ്ങോട്ട് ചെല്ലും. ആരുമില്ലാത്ത സമയം നോക്കി കുഞ്ഞിനെ ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കണം, ഒന്ന് ചുംബിക്കണം, അത് മാത്രമായിരുന്നു ആഗ്രഹം. ഞാൻ ചുംബിക്കുവാൻ വേണ്ടി അതാ പൊന്നു മോളുടെ അടുക്കിലേക്ക് എത്തുന്നു. എൻ്റെ ചുണ്ടുകൾ കുഞ്ഞിൻ്റെ കവിളിനോട് ചേർന്നില്ല എന്ന് എനിക്ക് ഓർമ്മയില്ല. ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ ഞാൻ ആ കുഞ്ഞിനെ സ്നേഹത്തോടെ ഒരു ഉമ്മ വെക്കുവാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് കാലിൽ ഒരടി വീഴുകയാണ്. എന്താടി ഈ കുട്ടിനെ കൊല്ലാൻ നിൽക്കുക? ഒന്നാണ് മാറിക്ക. പിടിച്ച് വലിച്ച് തള്ളിടുകയാണ്. സത്യം പറഞ്ഞാൽ ആ പിഞ്ചു കുഞ്ഞിനെ ഒന്ന് നോക്കുവാൻ, ഒരു ഉമ്മ കൊടുക്കുവാൻ മാത്രമാണ് ഞാനിപ്പോൾ വന്നത്. പക്ഷേ എളാമയുടെ ഉപദ്രവം അത് വളരെയധികം വേദനാജനകമായിരുന്നു. കാലിൽ ശക്തമായി അടിക്കുകയായിരുന്നു. അത് ശരിക്കും തണറിട്ട ആ ഒരു പാടുകൾ, വടിയുടെ പാടുകൾ കാലിൽ അമർന്നു കിടന്നു. അവൾ റൂമിലേക്ക് ഓടിപ്പോയി പൊട്ടി കരഞ്ഞു. എന്നാൽ ഈ സമയം എളാമ പറഞ്ഞത്, അതേ, നിങ്ങൾക്ക് നിങ്ങളെ കുട്ടിനെ ജീവനോടെ വേണോ? അറബിയോടായിരുന്നു അത് പറഞ്ഞത്. എന്താ? നിങ്ങളെ കുട്ടിയെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ അതാ ആ കുരുത്തം കെട്ട പെണ്ണുണ്ടല്ലോ ഹംദ, അവളെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി കളയേ. നീ എന്താടി പറയുന്നത്? അവൾ എൻ്റെ മോളല്ലേ? മോളൊക്കെ തന്നെ. പക്ഷേ അവൾക്ക് ചെറിയൊരു അഹങ്കാരമുണ്ട്. അഹങ്കാരോ? അവൾക്ക് എന്ത്? നിങ്ങൾക്കത് അറിയായിട്ടാണ്. കാരണം ഈ ഒരു കുഞ്ഞുണ്ടായപ്പോൾ അവൾക്ക് നിങ്ങളുടെ സ്നേഹം കിട്ടുന്നില്ല എന്ന് കണ്ട് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുഞ്ഞിനെ തലേണ എടുത്ത് മുഖം വെച്ച് അമർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു നിമിഷം ഞാൻ വന്നില്ലെങ്കിലുണ്ടല്ലോ നിങ്ങൾ കുഞ്ഞ് മയ്യത്തായി പോയിരുന്നു. അത് പറഞ്ഞുകൊണ്ട് അറബിച്ച് കരയുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അറബിക്കത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമമായി. നേരെ അതാ ഹംദ കിടക്കുന്ന റൂമിനടുത്തേക്ക്, ഹംദ വാതിൽ തുറക്കടി, ഹംദ ബാബ എന്ന് പറഞ്ഞ് അവൾ വാതിൽ തുറന്നു. ബാബ അദ്ദേഹത്തിൻ്റെ ആ ഒരു കരുത്ത് ഉള്ള കൈകൾ കൊണ്ട് അവളെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. എന്ത് ബാബ കാണിക്കുന്നത്? നീ ചെയ്യോടി, നീ അങ്ങനെ ചെയ്യോ? എങ്ങനെ ചെയ്യുന്നേ? നീ എന്തിനാ കുഞ്ഞിനെ മുഖം അമർത്താൻ പോയത് തലേനെടുത്ത്? ബാബ ഒരിക്കലുമില്ല, ഞാൻ കുഞ്ഞിനെ ഉമ്മ വെക്കാൻ പോയതാണ്. ഉമ്മ വെക്കുക എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കണോ? ഇനി എങ്ങനെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് എങ്ങനെ നീ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. പിതാവിൻ്റെ ആ ഒരു വാക്കുകൾ അത് അവളുടെ മനസ്സിനെ കുത്തിക്കീറി വേദനിപ്പിച്ചു. അല്ലാ, ആരാണ് ഈ കളവൊക്കെ പറഞ്ഞു കൊടുത്തത്? അവൾ കരഞ്ഞുകൊണ്ട് ഏങ്ങലടിച്ച് ആ റൂമിൽ ഇരിക്കുന്നു. ബാബ, ഞാൻ ഒരിക്കലും മിണ്ടരുത്, നീ മിണ്ടാനേ പാടില്ല. നീ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ? ഇല്ല ബാബ. അതെ, തൻ്റെ പേരിൽ കൊലക്കുറ്റം വരെ ചുമത്തുകയാണ് അവിടെ നിന്ന്. പഠിച്ചോനെ, ഞാൻ എന്ത് ചെയ്യും എന്നെനിക്ക് അറിയുന്നില്ല. എന്നാൽ അന്നു മുതൽ തൻ്റെ പ്രിയപ്പെട്ട ബാബയ്ക്ക് എന്നോട് കൂടുതൽ സ്നേഹം കുറഞ്ഞുകൊണ്ടേ ഇരുന്നു. തീരെ വരാതെയായി. പക്ഷേ എനിക്കതിലേറെ മിസ് ചെയ്തത് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനിയത്തിയെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അതും എന്നിൽ നിന്ന് നിഷേധിക്കുകയായിരുന്നു. എന്നാൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഒരു വാർത്ത ഞാൻ അറിയാൻ കഴിഞ്ഞു. അതേ ഹംദ, നിന്റെ എളാമ രണ്ടാമത് ഗർഭിണിയാണ്. ഒരു നിമിഷം അവൾ കരഞ്ഞു പോവുകയാണ് ചെയ്തത്. സാധാരണ ഗർഭിണി എന്ന് കേൾക്കുമ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിക്കും. പക്ഷേ അന്നേക്ക് സന്തോഷമുണ്ടായിരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഒരിക്കൽ പോലും എനിക്ക് കുഞ്ഞിനെ തൊടുവാനോ പിടിക്കാനോ ഒരു ഉമ്മ വെക്കാൻ പോലും കഴിയില്ല, സമ്മതിക്കില്ല. അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. പൊന്നുമോളുടെ ആ ഒരു വാക്കുകൾ, ആ ഒരു കിളിക്കൊഞ്ചലുകൾ കേൾക്കാൻ കൊതിയാവുകയാണ് പലവട്ടം. പക്ഷേ ഇങ്ങോട്ട് വിടില്ല. അത്രക്കും ഒരു വാശി, ദേഷ്യം. അങ്ങനെ സത്യം പറഞ്ഞാൽ ഹംദക്ക് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ജനനത്തോടു കൂടിയും അവളുടെ വിഷമം, പ്രയാസങ്ങൾ കൂടിക്കൂടി വരികയായിരുന്നു. പിതാവിനിപ്പോൾ തൻ്റെ ഭാഗം നോക്കുവാനേ സമയമില്ല. ഞാൻ എന്തൊക്കെ തന്നെയായാലും വേണ്ടിയില്ല എന്നായിരുന്നു പിതാവിൻ്റെ മനസ്സിലെ ഉദ്ദേശം. ചുരുക്കി പറഞ്ഞാൽ ഹംദയുടെ ജീവിതം വളരെയധികം പ്രയാസകരമാവുകയാണ്.
ഹംദ ഓരോന്ന് ആ ഡയറിയിൽ കുറിച്ചിട്ടിരിക്കുന്നു. അവൻ അതെല്ലാം നോക്കി വായിച്ചു കൊണ്ടിരിക്കുന്നു. റബ്ബേ, ഇതവളുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഇതിൽ ശരിക്കും വ്യത്യസ്തമായ അനുഭവങ്ങൾ അനുഭവിച്ചതാണ് ഹംദ എന്ന പെൺകുട്ടിയുടെ ഈ ഒരു ജീവിതം. അതെ, അന്നും അവൾ തൻ്റെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് ആ ഒരു കാഴ്ച കണ്ടത്. സുന്ദരനായ ഒരു യുവാവ് ഞങ്ങളുടെ അറബി വീട്ടിലേക്ക് അതാ ജോലിക്ക് വന്നിരിക്കുന്നു. ശരിക്കും അവൾ ഞെട്ടിപ്പോവുകയാണ്. ഒരു നിമിഷം അദ്ദേഹത്തെ കൺവെട്ടാതെ അവൾ നോക്കി നിന്നു. പിന്നീടാണ് മനസ്സിലായത് അത് തൻ്റെ കൊട്ടാരത്തിലേക്ക് ജോലിക്ക് വന്ന ഒരു പയ്യനാണെന്ന്. സത്യം പറഞ്ഞാൽ അവനെ കണ്ടപ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ആശ്വാസം. അങ്ങനെയാണ് ഹംദ സിനാനുമായി പരിചയപ്പെടണം എന്നൊരു ആശയം ഹംദയുടെ മനസ്സിലേക്കും വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ മക്കളെല്ലാം വലുതായി, അവരെയെല്ലാം സ്കൂളിൽ ചേർത്തു. ഹംദയും നല്ല രീതിയിൽ നല്ല A+ഉം ഫുൾ ഗ്രേഡോടുകൂടിയും പാസ്സായി. പക്ഷേ അവൾക്ക് പഠനം എന്നേക്കുമായി നിഷേധിച്ചു എന്ന് തന്നെ പറയാം. മകളെ ചേർത്തുവാൻ വേണ്ടി ഒരുങ്ങുമ്പോഴെല്ലാം എന്തിന്, ഇനി അവിടെ നിൽക്കട്ടെ പെൺകുട്ടികളെ, അങ്ങനെ വെറുതെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ പലതും പറഞ്ഞ് അങ്ങനെ നിർത്തുക. ചുരുക്കി പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം തന്നെ നിഷേധിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. ഡയറി വായിക്കുകയാണ് അജ്മൽ. ശരിക്കും റബ്ബേ, വലിയൊരു കഥ തന്നെയാണ് ഇത്. നടന്ന സംഭവമാണല്ലോ. പാവം ഒരു പെൺകുട്ടിയുടെ വേദനിക്കുന്ന കഥകൾ, അതാണ് ഇത് മുഴുവനായിട്ട് ഉള്ളത്. ഡയറി വായിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അജ്മൽ സാർ തൻ്റെ നെഞ്ചിലേക്ക് ആ ഒരു ഡയറി അമർത്തി പിടിച്ചുകൊണ്ട് അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.